എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ പി സുരേന്ദ്രൻ രചിച്ചിട്ടുള്ള മണ്ണിൻ്റെ മണമുള്ള പഴമയുടെ പ്രതാപമുള്ള കഥയാണ് മുറിവുകളുടെ പുരാവൃത്തം. ഈ കഥയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ മുറിവുകളുടെ നീറ്റൽ അനുഭവിക്കുന്നുണ്ട് എഴുത്തുകാരൻ. അതോടൊപ്പം വായനക്കാർക്കും ആ മുറിവിൻ്റെ നീറ്റൽ ഒരു മാനസിക വ്യഥയായി അനുഭവപ്പെടുന്നു. കഥാകൃത്ത് ഏറെ കാലങ്ങൾക്കു ശേഷം തൻ്റെ തറവാട്ട് വീട്ടിലേക്ക് കയറി ചൊല്ലുന്നിടത്താണ് കഥയുടെ ആരംഭം. ആ വീട് കൈമാറ്റം നടന്നു കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിൽ പിന്നെ അദ്ദേഹം അവിടേക്ക് പോയിട്ടേയില്ല. വാർദ്ധക്യത്തിൻ്റെ കരിമ്പടം ശരീരത്തെ മൂടാൻ തുടങ്ങുമ്പോൾ സുരേന്ദ്രൻ മാഷിന് ആ വീട് ഒന്ന് കാണണമെന്നും അവിടുത്തെ ഗന്ധം, ശരിക്കു പറഞ്ഞാൽ കൈതപ്പൂവിൻ്റെ സുഗന്ധം ആസ്വദിക്കണമെന്ന മോഹവും ഉണ്ടാകുന്നു. അവിടെ ഇപ്പോൾ താമസിക്കുന്നത് തറവാട് കൈമാറി കിട്ടിയ ആൾ നിയമിച്ച വാടകക്കാരാണ്. വീടിൻ്റെ അവസ്ഥയ്ക്ക് പ്രൗഢിക്ക് ഒന്നും ഒരു മങ്ങലുവേറ്റിട്ടില്ലെങ്കിലും കാലമേൽപ്പിച്ച ക്ഷതങ്ങൾ വീടിനെ ഒരുപാട് മുറിപ്പെടുത്തുകയോ അംഗഭംഗം വരുത്തുകയോ ചെയ്തിട്ടുണ്ട്. പേരൻകുന്നിൻ്റെ താഴ്വരയിലാണ് തറവാട്. മുത്തച്ഛൻ പണിയിച്ച വീടാണ് അത്. ശർക്കരയും ഉമിയും ചേർത്ത് ബലപ്പെടുത്തിയ മണ്ണുകൊണ്ട് പണിതതാണ് ആ വീടിൻ്റെ ചുമര്. കരിശർക്കര കൊണ്ടുവന്ന് വീട് പണിയാൻ മുത്തച്ഛൻ വളരെ കഷ്ടപ്പെട്ടതായി അമ്മ പറഞ്ഞത് കഥാകൃത്ത് ഓർക്കുന്നു. ആ കഥ കേൾക്കുമ്പോൾ രാരീരം കാക്കയും പായ്യാരം പെരിച്ചാഴിയും കൂടി ശർക്കര കൊണ്ട് വീടുണ്ടാക്കിയതും പണി നടക്കുമ്പോൾ പെരിച്ചാഴി ചുമരിൻ്റെ ശർക്കര കരണ്ടു തിന്നുന്നതും ഒടുക്കം വീടിൻ്റെ ചുമർ നിലം പൊത്തുന്നതുമായ കഥയാണ് സുരേന്ദ്രൻ മാഷിന് ഓർമ്മ വരുന്നത്. വീടിൻ്റെ ചുമരിന് എന്തു മധുരമായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട്. വീടിൻ്റെ അവസ്ഥാന്തരങ്ങൾ പരിശോധിക്കുമ്പോൾ ഒട്ടേറെ വ്യത്യസ്തതകൾ കാണാൻ കഴിയുമായിരുന്നു. മുറികളിൽ വെളിച്ചം നന്നേ കുറവായി അനുഭവപ്പെട്ടിരുന്നതായി കഥാകൃത്ത് ഓർത്തെടുക്കുന്നു. മുറികളിലെ ശബ്ദങ്ങൾക്ക് വലിയ മുഴക്കമായിരുന്നു. ആ മുറികളാണ് എഴുത്തുകാരന് ഭാവനയുടെ ചിറകുകൾ സമ്മാനിച്ചത് എന്ന് അദ്ദേഹം പ്രത്യേകമായി ഓർത്തെടുക്കുന്നുണ്ട് ഈ കഥയിൽ. ഈ അവസ്ഥയിൽ എഴുത്തുകാരൻ സ്വയം പഴിക്കുന്ന സന്ദർഭവും കഥയിൽ കാണാം. പൊറുതികെട്ട ജന്മമാണ് തൻ്റേതെന്നും സ്വന്തം വീട്ടിൽ പോലും പൊറുതിയില്ല എന്നും അദ്ദേഹം പറയുന്നു. വായിച്ച പുസ്തകങ്ങൾ പൊറുതി തന്നില്ല, പ്രണയിനി പോലും പൊറുതി തന്നില്ല. പൊറുതി കിട്ടാത്ത ജന്മം തന്നെ ഒരു യാത്രക്കാരനാക്കിയെന്ന് കഥാകൃത്ത് വിലപിക്കുന്നതും കഥാസന്ദർഭത്തിൽ ഉണ്ട്. വീടിൻ്റെ മുറ്റത്ത് ഏകനായി വന്നു നിൽക്കുമ്പോൾ വാടകക്കാർ ചോദിക്കുന്നത് സെൻസസുകാരാണോ എന്നാണ്. അല്ല, വീട് കാണാൻ വന്ന ഒരു യാത്രികനാണെന്നും പണ്ട് ഈ വീട് തൻ്റേതായിരുന്നെന്നും കഥാകൃത്ത് പറയുമ്പോൾ കണ്ണുകളിൽ ഈറൻ കിനിയുന്നതും ഹൃദയത്തിൽ മുറിവുകൾ ഉതിരുന്നതും വായനക്കാർക്ക് അനുഭവഭേദ്യമാകുന്നുണ്ട്. വീട് കണ്ട മാത്രയിൽ നിറം മങ്ങാത്ത ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ കഥാകൃത്ത് ശ്വാസം മുട്ടുന്നതും നമുക്ക് കാണാൻ കഴിയും. മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ ബാക്കിപത്രമാണ് ആ വീട്. വീടിൻ്റെ വരാന്തയിൽ എപ്പോഴും പാട്ട് കേൾക്കുവാൻ ഫിലിപ്സ് റേഡിയോ ഓൺ ചെയ്ത് വയ്ക്കുമായിരുന്നു. തൻ്റെ വല്യമ്മാവൻ പട്ടാളക്കാരനായതുകൊണ്ട് റേഡിയോ വാങ്ങുവാൻ സാധിച്ചു. ആദ്യമായി ആ ഗ്രാമത്തിൽ റേഡിയോ കൊണ്ടുവന്നത് വല്യമ്മാവനാണെന്ന് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നു. പിന്നീട് ഓർമ്മയിലെ മുലപ്പാലിൻ്റെ ഗന്ധം അന്വേഷിച്ച് കഥാകൃത്ത് പേറ്റുമുറിയുടെ വാതിൽക്കൽ ചൊല്ലുന്നു. മുലപ്പാലിന് കരയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ കാതോർത്തപ്പോൾ വല്ലാത്ത ഒരു മുരൾച്ചയാണ് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞത്. അവിടെ ഒരു പൂച്ച പെറ്റുകിടക്കുന്നുണ്ട്, അങ്ങോട്ട് പോകണ്ട, വാടകക്കാരൻ മുന്നറിയിപ്പ് നൽകി. കഥാകൃത്തിനെ ചിന്തയിൽ നിന്ന് ഉണർത്താൻ അത് തികച്ചും മതിയായി. കൈതപ്പൂവിൻ്റെ ഗന്ധമായിരുന്നു പണ്ട് ഈ വീടിൻ്റെ മുറികൾക്ക് എന്ന് അദ്ദേഹം സ്മരിക്കുന്നു. പറമ്പുകളിൽ തെങ്ങുകളും മരങ്ങളും ഇപ്പോഴുമുണ്ട്. ഒരിക്കൽ ദ്വീപ് തെങ്ങ് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് കഥാകൃത്തിന് ഓർമ്മ വരുന്നു. കായ്ഫലമില്ലാത്ത നാളാ വാസു, നിൻ്റേത് നന്നില്ല നാള്, നീ നട്ടാൽ കായുണ്ടാവില്ല. അമ്മാവന് കുട്ടികൾ ഇല്ലായിരുന്നു. അത് ഒരു നൊമ്പരമായി അമ്മാവന് തോന്നിക്കാണുമല്ലോ. തിരുവാതിരക്കാലത്ത് നാടകം അരങ്ങേറുന്നത് പതിവായിരുന്നു. തൻ്റെ അച്ഛനായിരുന്നു മേക്കപ്പ് മാൻ. അമ്മാവൻ പെൺവേഷം കിട്ടുമായിരുന്നു. പെൺവേഷത്തിൽ മാമന് എന്തൊരു ഭംഗിയായിരുന്നെന്നോ. മാമൻ പെണ്ണായിക്കോട്ടെ എന്ന് താൻ പറഞ്ഞപ്പോൾ ചില ആണുങ്ങളുടെ പെണ്ണത്തരം കണ്ട് മടുത്തു എന്ന് അമ്മായി വിലപിക്കുന്നതും കേൾക്കാമായിരുന്നു.
അത് പറയുമ്പോൾ മുഖത്തിന് വിഷാദഭാവമായിരുന്നു. ആ വിഷാദം കൂടിക്കൂടി വന്നു. ഒരു രാത്രി അമ്മായി വീട് വിട്ടുപോയി. തുടർന്നാണ് കുട്ടിമാമ താടി വളർത്താൻ തുടങ്ങിയത്. തിരിഞ്ഞു നടക്കാം, ഒന്നും ഓർക്കണ്ട. അപ്പോൾ മുറിയിൽ ഒരു കരച്ചിൽ കേട്ടു. ഇതേ കരച്ചിൽ ഇവിടെ വെച്ച് താൻ പണ്ടും കേട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വീട് കൈമാറ്റം കഴിഞ്ഞു പോകുന്ന ദിവസമായിരുന്നു അത്. അന്ന് അവൾ വന്നിരുന്നു. 5-ാം മുറിയുടെ മൂലയിൽ അവൾ പതുങ്ങി നിന്നു. ഉമ്മറത്ത് സന്ദർശകരും യാത്ര പറച്ചിലുകാരുടെയും ഒക്കെ തിരക്ക്. താൻ അവളുടെ അടുത്ത് ചെന്നു. അവളുടെ ശിരസിൽ തൊട്ടതും കരച്ചിലിൻ്റെ മുദ്ര പൊട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും ഞാൻ വരും. ഇല്ല, വരില്ല എന്നെനിക്കറിയാം. ഒരു കരച്ചിലായിരുന്നു ആ ശബ്ദത്തിൻ്റെ ഒടുക്കം. പഴയ വീടുകളിൽ നിന്ന് കരച്ചിലുകൾ മാത്രം പടിയിറങ്ങുകയില്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ഈ സന്ദർഭത്തിലാണ് കഥ അവസാനിക്കുന്നത്. മനസ്സിൻ്റെ അഗാധമായ ചിന്തകളും ഗൃഹാതുരതയുണർത്തുന്ന ഓർമ്മകളും അനുഭവത്തിൻ്റെ ചൂടും ചൂരും ഈ കഥയെ മനോഹരമാക്കുന്നു. നന്ദി.